ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, എനിക്ക് തീരെ വയ്യാതിരിക്കുകയാണ്. ആക്ച്വലി കഴുത്തിൻ്റെ അങ്ങനെ ബാക്കിൽ നെക്കിൻ്റെ താഴേക്ക് ഷോൾഡർ ആ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു മസിൽ പിടിച്ച പോലെയാണെന്നാണ് പറഞ്ഞത്. ഒന്നിങ്ങനെ എന്താ പറയുക, മസിൽ ക്രാമ്പോ എന്തോ പറയുക, അങ്ങനെ എന്തോ ആണ്. സോ അതിന് ആ മസിൽ റിലാക്സ് ആയാലേ എനിക്ക് ശരിയാവുള്ളൂ. ഇതിപ്പോൾ എനിക്ക് ഷോൾഡറും കയ്യിലേക്കൊക്കെ ഇങ്ങനെ വേദന ഇറങ്ങുകയാണ്. അപ്പോൾ അത് കാരണം ഈ കൈ അധികം അനക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ഹാൻഡ്. ഞാൻ ജസ്റ്റ് ഇന്നൊക്കെ ഒരു ലേശം നിലത്തൊട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഇന്നൊരു ലേശം വ്യത്യാസം തോന്നിയ അപ്പോഴേക്കും എനിക്ക് സഹിക്കില്ല, വെറുതെ ഇരിക്കാൻ പറ്റില്ല, അതങ്ങനെയാണ്. സോ നിങ്ങൾക്കൊരു ചെറിയൊരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചു. ഗൈഡൻസ് മെസ്സേജ്, നിങ്ങളുടെ എനർജി നോക്കാം ആൻഡ് നമുക്ക് യൂണിവേഴ്സ് ഗൈഡൻസ് നോക്കാം. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, 9 of Wands, ഡെത്ത് ആൻഡ് റിന്യൂവൽ. ഓക്കെ, വെരി നൈസ്. ഓക്കെ, ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു 7 of Pentacles അല്ല 7 of Cups ആൻഡ് ദ വേൾഡ്. ഓക്കെ, യെസ്. ഓക്കെ, പേജ് ഓഫ് Pentacles, 2 of Pentacles അല്ലേ. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഓക്കെ നിങ്ങൾക്കൊരു അബണ്ടൻസ് വരാനുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നല്ലത് കരുതി വെച്ചിട്ടുണ്ട്. അത് ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കാം, ചിലവർക്ക് ഫൈനാൻഷ്യലി ഗ്രോത്തിൻ്റെ കാര്യമായിരിക്കാം, ചിലവർക്ക് ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി എന്ന രീതിക്കായിരിക്കാം, ലൈഫിലൊരു നല്ലൊരു പ്രോഗ്രസ് എന്ന രീതിക്ക് പറയാം. ചിലവർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ, നിങ്ങൾക്ക് നമ്മൾ എല്ലാം കൂടി എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്കൊരു ഓഫർ, ഒരു വ്യക്തിയുടെ കമ്മിറ്റ്മെൻറ്റ് വരും എന്ന രീതിക്കാണ്. ഓക്കെ, അത് വരാനുണ്ട്. പക്ഷെ ഇവിടെ ഒരു തടസ്സമുണ്ട്. തടസ്സം കാണുന്നത് 9 of Pentacles, 9 of Wands ആണ്. 9 of Wands പറയുമ്പോൾ നിങ്ങളുടെ ഒരു നമ്മൾ തന്നെ അവനവനെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് വരാനുണ്ട്, നിങ്ങൾക്ക് നല്ലത് വരാനുണ്ട്, പക്ഷെ അവിടെ തടസ്സമുണ്ട്. തടസ്സം ഇത് പക്ഷെ നിങ്ങളുടെ ഭാഗത്തും തന്നെയാണ്. ഓക്കെ, ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻസ്, ഓക്കെ, നിങ്ങളുടെ ഓപ്ഷൻസ് ആദ്യം ഐ തിങ്ക് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതാണ് കാര്യം. കാരണം 2 of Pentacles ആണ്. സോ നിങ്ങൾ അതിൻ്റെ ജഗ്ലിംഗ് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയുന്നില്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ മൈൻഡ് ക്ലാരിറ്റി നിങ്ങൾക്കില്ല. ആ മൈൻഡ് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുക. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലത് തന്നാൽ പോലും നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റാത്തത് നിങ്ങൾ തന്നെ റെഡിയല്ല. ഓക്കെ, നിങ്ങൾ തയ്യാറല്ല അതിന്. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ ശരിക്കും ഐ തിങ്ക് അബണ്ടൻസിന് വരാനുള്ള എല്ലാ അവസരങ്ങളും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, ബട്ട് നിങ്ങൾ തന്നെ അവനെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. എങ്ങനെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ലൈക്ക് നിങ്ങൾ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ആദ്യം ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ള ക്ലാരിറ്റി തന്നെ നിങ്ങൾക്കില്ല. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺഫ്യൂഷനും ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് വേണം എന്നുള്ള ചോയ്സിൻ്റെ കൺഫ്യൂഷനായിരിക്കാം, നല്ലതാണോ അല്ലേ എന്നുള്ള ഡൗട്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഞാനിത് അർഹിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യമാണ്. ഞാനിത് അർഹിക്കുന്നുണ്ടോ എന്നപോലെ നമ്മൾ ചിന്തിച്ചു പോകും. ഓക്കെ, അതായത് യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ നല്ലത് എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസമില്ല, അതായത് ഞാനിത് അർഹിക്കുന്നുണ്ടോ, ചിലപ്പോൾ ഇന്നോ അങ്ങനത്തെ കൂടി അതുപോലും നമ്മുടെ സൈഡിൽ നിന്ന് അതൊരു ബ്ലോക്കേജാണ്. സോറി, ഞാനൊന്ന് ലേശം ഓക്കെ, അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് അതൊരു ബ്ലോക്കേജ് ആണത്. ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ബ്ലോക്കേജാണ്. നിങ്ങൾ തന്നെ അവനവനെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ തന്നെ അവനവനെ ആ ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുകയാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി റിസ്ക് എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഈ അബണ്ടൻസിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ആൻഡ് ഇവിടെ ഡെത്താണ്. ഡെത്തിന് ക്ലാരിഫിക്കേഷൻ എനിക്ക് വേൾഡാണ് കിട്ടിയത്. സോ അഗെയിൻ ഡെത്തും വേൾഡും രണ്ടും പറയുന്നത് നമ്മളൊരു സൈക്കിൾ കഴിഞ്ഞ് നമ്മളൊരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് പറയാം. ഓക്കെ, ഒരു എൻഡിങ് ആൻഡ് എ ന്യൂ ബിഗിനിങ്. ഡെത്ത് പറയുമ്പോഴും അതാണ്, റീബേർത്തിൻ്റെ കാര്യമാണ്. ഓക്കെ, വീണ്ടും ആദ്യം സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ്. വേൾഡും അതേപോലെയാണ്. ചില സൈക്കിൾസ് എൻഡായിട്ട് വീണ്ടും ഒരു പുതിയ സൈക്കിൾ തുടങ്ങും എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ആൻഡ് നല്ലത് വരും എന്നാണ് ഉദ്ദേശം. ശരിക്കും രണ്ടും അങ്ങനെ തന്നെയാണ്. കാരണം ചിലത് തകർന്ന് വീണ്ടും നമ്മൾ റീബിൽഡ് ചെയ്ത് വീണ്ടും നല്ലൊരു സൈക്കിൾ തുടങ്ങും, നല്ല കാര്യങ്ങൾ നമ്മൾ ബിൽഡ് ആവും എന്ന രീതിക്കാണ് പറയുക. അതാണ് റീബേർത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ അബണ്ടൻസിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ഈ ഒരു ചില എൻഡിങ്സ് വേണ്ടി വന്നേക്കാം. ഓക്കെ, ചില എൻഡിങ്സ് കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു, നമ്മൾ കുറേ ഓപ്ഷൻസ് പറഞ്ഞു. ഇവിടെ 2 കാര്യങ്ങൾ ജഗ്ലി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതിൽ നിന്നൊന്നും നിങ്ങൾ വേണ്ടാന്ന് വെക്കണം, ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ചിലത് നിങ്ങൾ വേണ്ടാന്ന് വെക്കണം. ഓക്കെ, എന്നാൽ അങ്ങനെ ആ ചില എൻഡിങ്സ് ആയിരിക്കും നിങ്ങൾ ഭയക്കുന്നത്. അതിനെ ഭയന്നിട്ടാണ് നിങ്ങൾ അവനവനെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ചിലത് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ആ നല്ലതിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, കറക്റ്റായിട്ടുള്ളതിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നാണ്. ഓക്കെ, സോ ചില എൻഡിങ്സ് ഇവിടെ പോസിബിൾ ആണ്. മേ ബി അങ്ങനത്തെ എൻഡിങ്ങിനെ പേടിച്ചിട്ട്
നിങ്ങൾ ആക്ച്വലി അവനവനെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. കാരണം ആ എൻഡിങ്ങിനെ നമ്മുടെ കയ്യിലുള്ളതിനെ വിട്ട് കളയാൻ നമുക്കൊരു മനസ്സ് ചില സമയത്ത് വരില്ല, അല്ലെ, ഒരു ധൈര്യം തോന്നില്ല. അതിൻ്റെയാണ്. ഓക്കെ, പക്ഷേ ഈ ഡെത്ത് ആവശ്യമാണ് റീബർത്ത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു പുതിയ തുടക്കം വരാൻ വേണ്ടി നിങ്ങൾക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചില സിറ്റുവേഷൻസ് എൻഡ് ചെയ്യും വേണം. ഓക്കെ, അപ്പോഴേ നിങ്ങൾ ഈ അബണ്ടൻസിലേക്ക് നിങ്ങൾ എത്തുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ചോയ്സ് എടുക്കണം. ചോയ്സ് നിങ്ങളുടെയാണ്. എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് വിട്ട് കളയേണ്ടത് എന്നുള്ള ചോയ്സ് നിങ്ങളുടെയാണ്. ഓക്കെ, അതിലിവിടെ ഇതുണ്ടായിരുന്നു പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. സോ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ നിങ്ങളുടെ ഒരു അബണ്ടൻസിലേക്കാണ് എത്തിക്കുന്നത്. ഓക്കെ, അതിലേക്ക് നിങ്ങൾ എത്തിക്കും. പക്ഷെ ആ അബണ്ടൻസ് എത്തുന്നതിൽ തടസ്സം നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. നിങ്ങളാണ് അവനവനെ ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ഏത് കാര്യത്തിലായാലും കേട്ടോ. അതെല്ലാം നമുക്ക് റിലേഷൻഷിപ്സ്, നിങ്ങളുടെ കരിയർ, ജോലി, പഠിപ്പ്, എന്ത് നിങ്ങളെടുത്താലും എല്ലാത്തിലും. ഞാനിതൊക്കെ ഷഫിൾ ചെയ്തിട്ടാണ് വെക്കാറ്, അതുകൊണ്ട് കൂടുതൽ ചെയ്യുന്നില്ല. ഓക്കെ, ഗൈഡൻസ് മെസ്സേജ് കൂടി പറയാം. റിലീസ്, അതെ, സെയിം കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് തന്നെ പറയുന്നത്. ഇലുമിനേഷൻ. ഞാൻ അധികം കൈയിനെ ഇളക്കാതെ മെല്ലെ ചെയ്യാൻ ശ്രമിക്കാതാണ്. അയ്യോ, അപ്പോഴേക്കത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, അബണ്ടൻസ്. ഞാൻ നിങ്ങളുടെ മുമ്പിലല്ലേ എടുക്കുന്നത്. ഇപ്പം ഞാൻ ഒന്നും ചെയ്തിട്ടല്ല, നമുക്ക് യൂണിവേഴ്സ് എത്തിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് മെസ്സേജസ് കേട്ടോ. ഗോയിങ് ഫോർവേഡ് ഒന്നും കൂടി ഉണ്ട് ഇവിടെ. ഗോയിങ് ഫോർവേഡ് ആൻഡ് ലവ് രണ്ടും ഉണ്ട്. ഓക്കെ, സ്ലോ മൂവിങ് ആണ് ഞാനിന്ന്. റിലീസ് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം, ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാര്യം. ഓക്കെ, അതായത് ചില കാര്യങ്ങൾ അവസാനിക്കാനുണ്ട്, ചിലത് നിങ്ങൾ വിട്ട് കളയേണ്ടതുണ്ട്, റിലീസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ചിലപ്പോൾ മൈൻഡിൽ നെഗറ്റിവിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ചില കാര്യങ്ങളെ വിട്ട് കളയേണ്ടതായിരിക്കാം, ചില വ്യക്തികളെ വിട്ട് മാറേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ സ്വയം മാറ്റേണ്ട കാര്യം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ചില റിലീസ് എന്ന് മാത്രമല്ല, ചിലപ്പോൾ മനസ്സിൽ നിന്ന് നമ്മളെ ബോദർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ റിലീസ് അങ്ങനെയാവാം. ഓക്കെ, നെഗറ്റീവ് തിങ്കിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, നിങ്ങളുടെ ചില ഹാബിറ്റ്സ് ചിലപ്പോൾ അതിനെ ആയിരിക്കാം മാറ്റേണ്ടത്. അങ്ങനെ എന്തൊക്കെയോ മാറ്റാനുണ്ട്, ചിലത് റിലീസ് ചെയ്ത് കളയാനുണ്ട്. എന്നാലേ നിങ്ങൾക്ക് അബണ്ടൻസ് എത്തുള്ളൂ, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് വരുള്ളൂ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ സ്വീകരിക്കണമെങ്കിൽ ചിലത് റിലീസ് ചെയ്ത് കളയുകയും വേണം. ഓക്കെ, നിങ്ങൾ പേടിച്ചിട്ട് കാര്യമില്ല. കാരണം ആ പേടിച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് നല്ലത് വരാനുള്ളതിലേക്ക് നമ്മൾ എത്തില്ല. ഓക്കെ, ആൻഡ് ഇല്യൂമിനേഷൻ ഉണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, മനസ്സിലാക്കിയിട്ട് ആക്ഷൻ എടുക്കാം. ഓക്കെ, ആദ്യം ക്ലാരിറ്റി കിട്ടാൻ ശ്രമിക്കുക, കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനുശേഷം നിങ്ങൾ തീരുമാനം എടുക്കാം. ഓക്കെ, എടുത്തു ചാടി ചെയ്യാനല്ല. ഓക്കെ, ഗോയിങ് ഫോർവേഡ്. യെസ്, നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങളെ എന്താണോ പിന്നിലേക്ക് വലിക്കുന്നത് അതിനെ ഒഴിവാക്കി, അതിനെ വിട്ടുകളഞ്ഞ് ആ പിന്നിലേക്ക് നമ്മളെ നിർത്തുന്ന, നമ്മുടെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുമാറി നിങ്ങൾ മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇവിടെ ഇലുമിനേഷൻ ഇവിടെ പറഞ്ഞിരുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ സണ്ണാണ്. ഓക്കെ, ആ പാത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സ് കാണിച്ചു തരുന്ന വഴി കൂടെ നിങ്ങൾ നടക്കൂ. ഓക്കെ, എന്ത് തന്നെ അതിൽ തടസ്സം വന്നാലും ശരി, എന്തൊക്കെ നിങ്ങൾ ഫേസ് ചെയ്താലും ശരി, ഓക്കെ, നമ്മൾ നല്ലതിലേക്ക് എത്തും എന്നൊരു വിശ്വാസത്തോടെ. ചിലത് പിന്നിൽ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമായിരിക്കും. ആ വിഷമത്തിനെ മറികടന്ന് നിങ്ങൾ പോയേ പറ്റൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ പോയാൽ മാത്രമേ നിങ്ങൾക്ക് അബണ്ടൻസിലെത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് കരുതി വെച്ചാൽ അത് ഇപ്പോൾ ഉള്ളതിനേക്കാളും ബെറ്റർ ആയിരിക്കാം. നിങ്ങൾ പറയില്ലേ എനിക്കിത് മതി, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അങ്ങനെ നിങ്ങളതിനെ പിടിച്ച് വെക്കാൻ ശ്രമിക്കും തോറും നിങ്ങൾക്ക് നല്ലതല്ല എന്ന് യൂണിവേഴ്സിന് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പിടിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് അവസാനം തട്ടി മാറ്റി അത് കൂടുതൽ വേദനിപ്പിച്ചിട്ടേ അത് പോവുള്ളൂ. ഓക്കെ, അതിനുള്ള ഇട കൊടുക്കാതിരിക്കുക, യൂണിവേഴ്സ് കാണിച്ചിരുന്ന വഴി കൂടി നടക്കുക. ആൻഡ് ലവ് എന്ന് പറയുന്നത് ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, കമ്മിറ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനും നിങ്ങൾ ചിലത് എന്തോ റിലീസ് ചെയ്ത് കളയാനുണ്ട്. മേ ബി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിരിക്കാം, ചില പേടികളായിരിക്കാം, ഫിയേഴ്സ് ആയിരിക്കാം, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനുണ്ട്. അത് ലെറ്റ് ഗോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അബണ്ടൻസ് ആൻഡ് ലവ് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ കാർഡുമാണ്. ഓക്കെ, ഈവൻ റിലേഷൻഷിപ്പിൻ്റെ ഇതിലും പറയാം നമുക്ക്. സോ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്ക് എന്തോ, പക്ഷെ മെയിൻ പോയിന്റ് ഇതാണ്, കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ മുമ്പിലുള്ള ചോയ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിൽ ചിലതിനെ നമ്മൾ വിട്ടുകളയേണ്ടി വരും, അത് ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, ആ കാര്യങ്ങൾ നമ്മളിപ്പോൾ പാസ്റ്റിനെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തി പറയേണ്ട കാര്യമില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് നല്ലതല്ല എന്ന് പറഞ്ഞില്ലേ, അതിൽ പോലും നമ്മൾ എന്തെങ്കിലും ലെസൺ പഠിക്കാനുണ്ടാവും. അപ്പോൾ അതിന് നന്ദി പറഞ്ഞ് അതിനെ റിലീസ് ചെയ്യുക. ഓക്കെ, എനിക്ക് പഠിക്കാനുള്ളൊരു അവസരം തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ലെറ്റ് ഗോ ചെയ്യണം. ഓക്കെ, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഓക്കെ, എല്ലാവർക്കും ആക്ച്വലി എന്നെ അന്വേഷിച്ച് ഒരുപാട് പേര് മെസ്സേജും കാര്യങ്ങളും എല്ലാം ഞാൻ കാണുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. നല്ലൊരു ദിവസമായിരിക്കട്ടെ.